നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. കൺസ്യൂമർ ഫെഡിലെ അഴിമതി സ്ഥിരീകരിച്ച് ഡയറക്ടർ ബോർഡ് ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. 100 കോടിയുടെ അഴിമതി നടന്നെന്ന് സതീശൻ പാച്ചേനി. റിപ്പോർട്ട് തള്ളി ജോയ് തോമസ്. ആസ്ഥാനത്ത് ജീവനക്കാരുടെ പ്രതിഷേധം, പോലീസ് ലാത്തിച്ചാർജ്. SSLC ഫലപ്രഖ്യാപന പിഴവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് നടപടി. മുൻ പരീക്ഷാ സെക്രട്ടറിയും സൂപ്രണ്ടുമാരുമടക്കം ഉത്തരവാദിയെന്ന് PK അബ്ദുറബ്ബ്. അട്ടിമറിയെന്ന് പറയാനാവില്ല. പുസ്തക വിതരണം വൈകിയത് ധന അച്ചടി വകുപ്പുകളുടെ വീഴ്ച. 3 സ്വാശ്രയ കോളേജുകൾക്ക് താൽക്കാലിക പ്രവേശനാനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു. മെഡിക്കൽ കൗൺസിലിന്റെ നടപടികൾ സംശയാസ്പദം. ലീഗിന്റെ വിമർശനം ഗൗരവമായി എടുക്കുന്നില്ലെന്ന് കത്തോലിക്ക സഭ. ഹാരിസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുമായി ലേബർ കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയം. ആവശ്യങ്ങൾ അപ്രായോഗികമെന്ന് കമ്മീഷണർ. തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിന്. ട്രേഡ് യൂണിയനെ ഒഴിവാക്കിയുള്ള സമരം നല്ലതിനല്ലെന്ന് UDF. സമരത്തിന് പിന്നിൽ തമിഴ് സംഘടനകളല്ലെന്ന് അൻവർ ബാലസിംഗം. സമൂഹമാധ്യമങ്ങളിൽ അധിക നിയന്ത്രണം ശുപാർശ ചെയ്യുന്ന എൻക്രിപ്ഷൻ നയത്തിലെ കരട് കേന്ദ്രം പിൻവലിച്ചു. തീരുമാനം പ്രതിഷേധം പരിഗണിച്ച് വാട്സാപ്പ് സന്ദേശങ്ങളെ സർക്കാർ നിരീക്ഷിക്കില്ലെന്ന് ടെലികോം മന്ത്രി. പുതിയ കരട് കൊണ്ടുവരും. കൺസ്യൂമർ ഫെഡിലെ അഴിമതി സ്ഥിരീകരിച്ച് ഡയറക്ടർ ബോർഡ് ഉപസമിതിയുടെ റിപ്പോർട്ട്. 100 കോടി രൂപയുടെ അഴിമതി കൺസ്യൂമർ ഫെഡിൽ നടന്നുവെന്ന ആഭ്യന്തര അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളെ ശരിവെക്കുന്ന കണ്ടെത്തലാണ് സതീശൻ പാച്ചേനി അധ്യക്ഷനായ ഉപസമിതി നടത്തിയിരിക്കുന്നത്. ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ജി ദിനേശ് ലാലിന്റെ നേതൃത്വത്തിൽ നടന്ന ആഭ്യന്തരാന്വേഷണം സംബന്ധിച്ച് കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്ത സാഹചര്യത്തിലാണ് സതീശൻ പാച്ചേനി അധ്യക്ഷനായ ഉപസമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചത്. ആഭ്യന്തരാന്വേഷണ സംഘം തെളിവുകളോടെ കണ്ടെത്തിയ അഴിമതി സ്ഥിരീകരിക്കുന്നതാണ് ഉപസമിതിയുടെ റിപ്പോർട്ടും. കൊച്ചിയിലെ ഹെഡ് ഓഫീസിന് കീഴിൽ പ്രസിഡന്റ് ജോയ് തോമസിന്റെ നേതൃത്വത്തിൽ നടന്ന വൻ വെട്ടിപ്പ് ഉപസമിതി തുറന്നു കാണിക്കുന്നു. ജോയ് തോമസിന്റെ യാത്ര ഭക്ഷണ ചെലവിനത്തിൽ ധൂർത്ത് 1/2 കോടി രൂപയുടേതാണ്. 4 വർഷത്തിനിടെ 20 ലക്ഷം രൂപ ചെലവഴിച്ച ജോയ് തോമസ് നടത്തിയ വിമാനയാത്രകളിൽ പലതും ദുരൂഹമാണെന്ന കണ്ടെത്തലും ഉപസമിതി നടത്തിയിട്ടുണ്ട്. ഫെഡറേഷന് കീഴിലെ നീതി നന്മ, വിദേശ മദ്യം, IT വിഭാഗങ്ങൾ, തിരുവനന്തപുരം റീജിയണൽ ഓഫീസ്, തൃശൂർ, കൊല്ലം, പൂജപ്പുര നീതി വിതരണ കേന്ദ്രങ്ങൾ എന്നിവയിൽ നടന്ന അഴിമതിയുടെ കണക്കുകളും ഉപസമിതി അക്കമിട്ട് നിരത്തുന്നു. CITU നേതാവും നീതി വിതരണ കേന്ദ്രത്തിന്റെ ചീഫ് മാനേജറുമായിരുന്ന R ജയകുമാറിന്റെ കാലത്ത് നടന്നത് കോടികളുടെ വെട്ടിപ്പാണെന്ന് ഉപസമിതി കണ്ടെത്തി. 45 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് 5 വർഷത്തിനിടെ കൺസ്യൂമർ ഫെഡിൽ നടന്നത്. ഇതിൽ നീതി നന്മ സ്റ്റോറുകളുടെ നിർമ്മാണങ്ങളിൽ മാത്രം നടന്ന ക്രമക്കേട് 9 കോടി രൂപയുടേതാണ്. അഴിമതി നടത്തിയെന്ന് തെളിവുകളോടെ കണ്ടെത്തിയ 14 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും സർവീസിൽ തുടരുന്നവരെ സസ്പെൻഡ് ചെയ്യണമെന്നുമുള്ള ശുപാർശയോടെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. ജി ദിനേശ് ലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആഭ്യന്തരാന്വേഷണ റിപ്പോർട്ടിനെ ശരിവെക്കുന്നതാണ് ഉപസമിതിയുടെ റിപ്പോർട്ട്. കൺസ്യൂമർ ഫെഡ് 1000 കോടി രൂപയുടെ ബാധ്യതയിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണം അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ഉപസമിതി അടിവരയിടുന്നു. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ. കൺസ്യൂമർ ഫെഡിലെ അഴിമതി സംബന്ധിച്ച് സതീശൻ പാച്ചേനി തയ്യാറാക്കിയ റിപ്പോർട്ട് ഡയറക്ടർ ബോർഡ് തള്ളി. തച്ചങ്കരിയുടെ തിരക്കഥയ്ക്കനുസരിച്ച് ഏകപക്ഷീയമായി റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നുവെന്ന് ജോയ് തോമസ് കുറ്റപ്പെടുത്തി. സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് സതീശൻ പാച്ചേനി ചോദിച്ചു. സത്യസന്ധരായ മാനേജിംഗ് ഡയറക്ടർമാരെ ജോയ് തോമസ് പുകച്ച് പുറത്തു ചാടിച്ചുവെന്നും പാച്ചേനി പറഞ്ഞു. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സതീശൻ പാച്ചേനി കൺവീനറായ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. കൺവീനർ എന്ന നിലയിൽ പാച്ചേനി തയ്യാറാക്കി റിപ്പോർട്ട് മറ്റംഗങ്ങൾക്ക് നൽകുകയായിരുന്നു. എന്നാൽ ഉപസമിതി റിപ്പോർട്ടായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ലെന്ന് ജോയ് തോമസ് അനുകൂലികൾ യോഗത്തിൽ നിലപാടെടുത്തു. റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ജോയ് തോമസ് തള്ളുകയും ചെയ്തു. തച്ചങ്കരിയുടെ തിരക്കഥയ്ക്കനുസരിച്ച് സതീശൻ പാച്ചേനി ഏകപക്ഷീയമായി റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നുവെന്ന് ജോയ് തോമസ് കുറ്റപ്പെടുത്തി. തച്ചങ്കരിയുടെ റിപ്പോർട്ടുകളാണ് സതീശൻ പാച്ചേനി റിപ്പോർട്ടാക്കി ഇവിടെ ബോർഡിന് മുമ്പാകെ കൊണ്ടുവരികയും ബോർഡ് അത് അംഗീകരിക്കാതെ തള്ളുകയും ചെയ്തു. എന്നാൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നുവെന്ന് സതീശൻ പാച്ചേനി പറഞ്ഞു. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഡയറക്ടർ ബോർഡിന് കഴിയുമോ എന്ന് പാച്ചേനി ചോദിച്ചു. ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഈ ഫൈൻഡിങ്സിൽ വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെളിവുകളില്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോർഡ് അംഗങ്ങൾക്ക് അടുത്ത ബോർഡ് യോഗത്തിൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാം. ഡയറക്ടർ ബോർഡിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചാണ് പാച്ചേനി തയ്യാറാക്കിയ റിപ്പോർട്ട് ജോയ് തോമസ് തള്ളിയത്. കൺസ്യൂമർ ഫെഡിലെ കോടികളുടെ അഴിമതി ആരോപണം സംബന്ധിച്ച് ഒരന്വേഷണവും ഫലത്തിലില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീ ജോസഫ് വാഴക്കൻ MLA, ശ്രീ V ശിവൻകുട്ടി MLA, ശ്രീ സതീശൻ പാച്ചേനി തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോസഫ് വാഴക്കൻ, ആഭ്യന്തര അന്വേഷണ വിഭാഗം കണ്ടെത്തിയതിനെ അതേപടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് KPCC ജനറൽ സെക്രട്ടറി അധ്യക്ഷനായ കൺവീനറായിട്ടുള്ള അന്വേഷണ സമിതി, അല്ലെങ്കിൽ അവരുടെ 3 അംഗ സമിതി. ഇനിയെങ്കിലും ജോയ് തോമസിനെ മാറ്റാൻ സർക്കാർ തയ്യാറാകുമോ?
നിങ്ങളെ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തില് എനിക്ക് പിന്നെ കൺസ്യൂമർ ഫെഡറേഷനിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് മുഴുവൻ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളല്ല. അതിനും ആരെങ്കിലും അന്വേഷിച്ചതിന് നിജസ്ഥിതി വെളിയിൽ കൊണ്ടുവരേണ്ടതാണ്. പിന്നെ ഇപ്പോഴെന്നോട് പറഞ്ഞത് സതീശൻ പാച്ചേനി കൺവീനറായ 3 അംഗ സമിതി അംഗീകരിച്ച റിപ്പോർട്ട്, അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നില്ല. സതീശൻ പാച്ചേനി കഴിഞ്ഞ 6 മാസമായി ഒരു നിലപാടെടുത്ത് കൺസ്യൂമർ ഫെഡിനെതിരെ പത്രസമ്മേളനങ്ങളും പ്രചരണങ്ങളും നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം അതിന്റെ ബോർഡിലെ മെമ്പറായിട്ട് 1 വർഷം മുമ്പ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളുമാണ്. അദ്ദേഹം ജോയ് തോമസിനെതിരായിട്ടും ബോർഡിനെതിരായിട്ടും അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു അന്വേഷണ കമ്മിറ്റിയിൽ വന്നു. അദ്ദേഹം ഏകപക്ഷീയമായി അദ്ദേഹത്തിൻ്റെതായ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കമ്മിറ്റിയിൽ 3 പേരുണ്ടായിരുന്നു. 2 പേരും ആ റിപ്പോർട്ടിനോട് വിയോജിപ്പും രേഖപ്പെടുത്തി. 2 പേര് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് ഒരു വ്യക്തി മാത്രമായി കൊടുത്താൽ അതിന് വലിയ സാങ്ക്ടിറ്റി ഉണ്ട് എന്നുള്ള വിശ്വാസവും എനിക്കില്ല. ജോസഫ് വാഴക്കൻ, ഇവിടെ ഈ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ സമർപ്പിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇതിൽ വസ്തുതാപരമായി ഒരു തെറ്റുണ്ടെങ്കിൽ, അല്ല തെളിവില്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കൂ എന്നാണ്. ശരി, 3 അംഗ സമിതിയിലെ ബാക്കി 2 പേർ ഈ റിപ്പോർട്ടിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കുക. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വസ്തുതകളല്ലാതെ ആകുമോ? 2013 സെപ്റ്റംബർ 30 നടത്തിയ ഓപ്പറേഷൻ അന്നപൂർണ കഴിഞ്ഞ് തയ്യാറാക്കിയ വിജിലൻസ് കേസുകൾ, അതിനുശേഷം ടോമിൻ ജെ തച്ചങ്കരി വന്നതിന് ശേഷം നടത്തിയ ആഭ്യന്തര അന്വേഷണം, ഇവയൊക്കെ പറയുന്നത് ഇപ്പോൾ സതീശൻ പാച്ചേനി പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അല്ല, സതീശൻ പാച്ചേനി അത് തന്നെയായിരിക്കും എടുത്ത് ഈ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു നോട്ട് കൊണ്ടുപോയി കൊടുത്തത്. അത് തന്നെ ആയിരിക്കാം. പക്ഷെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇപ്പോൾ ബന്ധപ്പെട്ട, നിങ്ങൾ എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ ബന്ധപ്പെട്ട അതിന്റെ ചെയർമാനെ ഞാൻ വിളിച്ചിരുന്നു. കാര്യം എന്താണെന്ന് എനിക്കറിയണമല്ലോ, കാരണം എനിക്കിതുമായി ബന്ധമുള്ള ഒരാളല്ല. നിങ്ങൾ എന്നോട് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാനപ്പോൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു, അങ്ങനെ സതീശൻ പാച്ചേനി ഒരു റിപ്പോർട്ടാണെങ്കിലും എന്താണെങ്കിലും തന്നിട്ടുണ്ട് എങ്കിൽ അത് വെർബാറ്റം ഓരോന്നോരോന്നായി അതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ ഈ ഓരോ കാര്യങ്ങൾക്കും മറുപടി പൊതുജന സമക്ഷത്തിൽ പറഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരാളാണ്. കാരണം അവരത് പറയുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം അന്നപൂർണ്ണ മുതൽ ഇങ്ങോട്ട് ഒരുപാട് രാഷ്ട്രീയ അന്തർനാടകങ്ങളൊക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ട് കൺസ്യൂമർ ഫെഡുമായിട്ട്. അതൊരു ചെറിയൊരു കാര്യമൊന്നുമല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇതിനെ ഒറ്റയടിക്ക് അഴിമതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൂർണ്ണമായും അതിന് സപ്പോർട്ട് ചെയ്യാതിരുന്നത്. ഇതിനകത്ത് ഒരുപാട് അന്തർനാടകങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ അന്തർനാടകങ്ങളൊക്കെ വെളിയിൽ വരേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ളതിനകത്ത് വസ്തുതകൾ ഉണ്ട് എങ്കിൽ അത് പൊതുജന സമക്ഷം അതിന് മറുപടി പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. അവരത് വരും ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്, ദയവായി തുടരണം ശ്രീ ജോസഫ് വാഴക്കൻ. ശ്രീ വി ശിവൻകുട്ടി MLA, താങ്കൾ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് കേസ് നടത്തുകയും ഇതിലെ അഴിമതി ശക്തമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണല്ലോ. ഇന്ന് ഈ അഴിമതി സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഡയറക്ടർ ബോർഡിൽ എത്തിയ സതീശൻ പാച്ചേനിയെ തടയാൻ മുൻപിലുണ്ടായിരുന്നത് CITU-കാരാണ്. ആ CITU-കാരാണ് അവിടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി സംഘടിച്ചെത്തിയ വനിതകൾ അടക്കമുള്ള മറ്റു ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ഓടിക്കുക പോലും ചെയ്തത്. ഈ അന്തർനാടകത്തിൽ അഴിമതി സംബന്ധിച്ച കാര്യങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കേണ്ട എന്ത് ബാധ്യതയാണ് അവിടെ CITU-വിനുള്ളത്? അവിടെ ഈ ചെയർമാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഒരു വനിത അടക്കമുള്ള ആൾക്കാരെ മർദ്ദിക്കുകയൊക്കെ ചെയ്തവരാരും CITU-കാരല്ല. അത് ചെയർമാൻ്റെ അഴിമതി പങ്ക് പറ്റിക്കൊണ്ട് ജീവിക്കുന്നവരാണെന്ന് ആദ്യം ഞാൻ വ്യക്തമാക്കുന്നു. 384 കോടി രൂപയുടെ അഴിമതി ആരോപണം. വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ CITU-വിന്റെ പതാകകൾ, ചെങ്കൊടികൾ ഏന്തിക്കൊണ്ട് ആണ് ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നത്. അതിൽ ശ്രീ R ജയകുമാർ, CITU-വിന്റെ നേതാവും പിന്നീട് അദ്ദേഹം നടപടിക്ക് വിധേയനായ ആളുമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് CITU-കാരല്ല എന്ന് പറയുന്നതിൽ കഥയില്ല. അല്ല, പിന്നെ അങ്ങനെ CITU-കാർ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CITU-വിൻ്റെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഞാൻ സൂചിപ്പിച്ചത് ജോയ് തോമസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെങ്കൊടിയും കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ്. പോയവർ ജോയ് തോമസിൻ്റെ കാശ് വാങ്ങിക്കൊണ്ട് അവന് അഴിമതി പണം പറ്റിക്കൊണ്ട് പോയവരായിരിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ, ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ. ഞാൻ സൂചിപ്പിച്ചത് ഇത് ആദ്യമായി കേരള സമൂഹത്തിന് മുമ്പ് കൊണ്ടുവരുന്ന 8/7/2014 384 കോടി രൂപയുടെ സ്പീക്കർക്ക് എഴുതി കൊടുത്ത് തെളിവടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള അഴിമതി ആരോപണം ഞാൻ നിയമസഭയിൽ ഉന്നയിക്കുമ്പോഴാണ് ആദ്യമായി കൊണ്ടുവന്നത്. അതിനുശേഷം
8/8/2015 93.3 കോടി രൂപയുടെ അഴിമതി ആരോപണം വ്യക്തമായ രേഖകളടക്കം വെച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടറെ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. വിജിലൻസ് ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിനും ഉത്തരവിട്ടു. അപ്പം ഈ അന്വേഷണത്തിലെ അതിൻ്റെ അഴിമതിയുടെ കഥകളുടെ ഓരോ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പിന്നെ പോകുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല. യഥാർത്ഥത്തിൽ എത്രയും പെട്ടെന്ന് ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ, അതേപോലെ സഹകരണ വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ടോ, അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർക്ക് ഇതിൽ പങ്കുണ്ടോ? കാര്യത്തിൽ ഈ കൺസ്യൂമർ റിപ്പോർട്ടിൽ എടുത്തിട്ടുള്ള സകല വിജിലൻസ് കേസുകളും മെല്ലെപ്പോക്കാണ്. ഒരു കേസും അതിവേഗതയിൽ പോയി. ഇപ്പം മാണിയുടെ 1 കോടി രൂപയുടെ കാര്യത്തിൽ വിജിലൻസ് അതിവേഗത്തിൽ കാര്യങ്ങൾ അല്ല, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ആർ ചന്ദ്രശേഖരൻ, ഇന്ന് INTUC-യുടെ കൊടികെട്ടിയ വടികൊണ്ടാണ് KPCC ജനറൽ സെക്രട്ടറിയായ സതീശൻ പാച്ചേനിയെ അടിച്ചത്. ഇന്നിങ്ങനെ ഒരു റിപ്പോർട്ട് അവതരണം ഡയറക്ടർ ബോർഡിൽ നടക്കരുത് എന്ന് കൺസ്യൂമർ ഫെഡിലെ INTUC-ക്ക് എന്തിനായിരുന്നു വാശി? അവിടെ കുറെ നാളുകളായിട്ട് ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ചില ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നുണ്ട്. അവിടെ ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുന്നു, പുതിയ ആളുകൾ വരുന്നു, അവര് കുറെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, അവര് കുറച്ച് കഴിയുമ്പോൾ അവർ മാറുന്നു. പുതിയ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അത് ഡയറക്ടർ ബോർഡിനകത്ത് ചർച്ച ചെയ്ത് ആ ബോർഡിന്റെ ഒരു തീരുമാനമെടുത്ത് സഹകരണ സ്ഥാപനങ്ങളുടെയും നിയമാവലിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് വിശദമായി ചർച്ച ചെയ്ത് വേണ്ടി വന്നാൽ അന്വേഷണം നടത്തി. അല്ല, തീർച്ചയായും ശ്രീ ആർ ചന്ദ്രശേഖരൻ അതൊക്കെ ചെയ്തോട്ടെ. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ തൊഴിലാളികൾ അവരുടെ ട്രേഡ് യൂണിയന്റെ പതാകയും എടുത്തുകൊണ്ടുപോയി ഗുണ്ടകളെ പോലെ പെരുമാറുന്നത് എന്നാണ്. അവരുടെ ജീവിതമാർഗം അവർക്ക് സ്വാഭാവികമായിട്ടും സംരക്ഷിക്കാൻ താല്പര്യം ഉണ്ടാകും. 2500ഓളം വരുന്ന ഔട്ട്ലെറ്റുകൾ, നന്മ സ്റ്റോറുകൾ, ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ, ഗോഡൌണുകൾ, അതൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായി താളപ്പിഴയിൽ നിൽക്കുമ്പോൾ അവരുടെ തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടുന്നു. അതെങ്ങനെ താളപ്പിഴയിലേക്ക് പോയി എന്നുള്ളതല്ലേ അങ്ങനെയാണെങ്കിൽ ആ തൊഴിലാളി യൂണിയനുകൾ ആലോചിക്കേണ്ടത്. അവിടെ ഒരു വിഭാഗം തൊഴിലാളികൾ അല്ലെങ്കിൽ പകുതിയിലധികം തൊഴിലാളികൾ യൂണിയന് കീഴിലല്ലോ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് വനിതകൾ അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ നിലപാട് തെറ്റാണ് എന്ന് പറഞ്ഞ് അവിടെ രംഗത്ത് വന്ന സാഹചര്യം എന്തായിരുന്നു? അവരെ എന്നിട്ട് അടിച്ചോടിക്കേണ്ടി വന്നല്ലോ. ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ തൊഴിലാളികൾക്ക് ആശങ്ക ഉണ്ടാവുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ആ തൊഴിലാളികൾക്ക് മുന്നോട്ട് ഭാവിയിൽ പ്രവർത്തിക്കാനുള്ള ആ ഒരു പ്രവർത്തനത്തിൽ അവർ പങ്കാളിയാവുകയൊക്കെ ചെയ്യുമല്ലോ. ഇതൊക്കെ സാധാരണയല്ലേ? മൂന്നാറിലുള്ളതുപോലെ തൊഴിലാളികൾക്ക് വിഷമം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അവരുടെ പ്രതികരണം ഒന്ന് മാത്രം കണ്ടാൽ മതി. ഇതിനെ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് പറയാനിപ്പം ഞാൻ അതിനൊരു വിധി കൽപ്പിക്കാൻ പറ്റിയ ഒരാളല്ലല്ലോ ഞാൻ. ഇതിൽ അന്വേഷണം നടത്തട്ടെ, ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ, ഡയറക്ടർ ബോർഡ് പരിശോധിക്കട്ടെ, സഹകരണ നിയമങ്ങൾ അനുസരിച്ച് നോക്കട്ടെ, ഗവൺമെന്റ് നോക്കട്ടെ. അതിന് നമ്മളിപ്പം ഈ വേദിയിൽ ചർച്ച ചെയ്തുകൊണ്ട് മാത്രം ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇല്ല. പ്രശ്നം പരിഹരിക്കാനല്ല, എന്തുകൊണ്ട് തൊഴിലാളി സംഘടനകൾ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അറിയണമല്ലോ. INTUC-യുടെ സംഘടന ആ മേഖലയിൽ പ്രബലമായ ഒരു സംഘടനയാണ്. അവരുടെ തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് തൊഴിൽപരമായ ആശങ്കകളുണ്ട്. ശരി, തുടരുക. ശ്രീ വി ശിവൻകുട്ടി, തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുള്ള ജീവനക്കാരുടെ സ്വാഭാവിക രോഷപ്രകടനമാണോ നമ്മൾ ഈ കാണുന്നത്? അല്ലല്ല, അതായത് കൺസ്യൂമർ ഫെഡിൽ 4000-ലധികം വരുന്ന തൊഴിലാളികളുണ്ട്. അതിൽ നല്ലൊരു ഏതാണ്ട് 10,000-ഓളം വരുന്ന തൊഴിലാളികളെ പല നിലയിൽ സുധാകരൻ സഹകരണ മന്ത്രിയായിരുന്നപ്പോൾ സ്ഥിരപ്പെടുത്തുകയും അതല്ലെങ്കിൽ കോൺട്രാക്ടറുടെ സ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവരാണ്. ഈ കേരളത്തിലാകെയുള്ള മുഴുവൻ കൺസ്യൂമർ ഫെഡിലെ തൊഴിലാളികളും അഴിമതിക്കാരാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വളരെ ചുരുക്കം ഒരു 1-2% ആൾക്കാരാണ് ഈ ജോയ് തോമസിനോടൊപ്പം തന്നെ അഴിമതി കാണിക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കുന്നത്. ബാക്കി തൊഴിലാളികൾ മുഴുവൻ ഇന്നിപ്പോൾ ഉത്കണ്ഠയിലാണ്. അവർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്കണ്ഠയാണ്. അതായത് 30 കോടി രൂപ ലാഭത്തിലുണ്ടായിരുന്ന സ്ഥാപനം ഇന്ന് 1400 കോടി രൂപയുടെ ബാധ്യതയിലാണ്. ആ ബാധ്യതയ്ക്ക് കാരണമായ കാര്യങ്ങൾ ഡൽഹിയിൽ 1 ലക്ഷത്തി ചന്ദ്രസേനെ പോലുള്ള ഏറ്റവും മാന്യമായ മാതൃകാപരമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ മനസ്സിലാക്കണം. ഡൽഹിയിൽ ജോയ് തോമസിന്റെ പേരിൽ ഉള്ള ബില്ലെന്നുള്ള മദ്യം കഴിച്ചതിന്റെ ബില്ലെന്ന് പറയുന്നത് എൻ്റെ കൈവശമുണ്ട്. ഞാൻ ചന്ദ്രശേഖരന് തരാം. 1,55,000 വരുന്ന രൂപയാണ് മദ്യം കഴിച്ചതിന് മാത്രം വരുന്ന ബില്ല്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ വിജിലൻസ് ഒന്നുമില്ല. ചന്ദ്രശേഖരൻ ഒരു ആദർശത്തിന്റെ പേരിൽ ട്രേഡ് യൂണിയൻ നടത്തുന്ന ആളാണല്ലോ, പല തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണല്ലോ. വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ കൊടുത്ത് ഉത്തരവിട്ടതിന്റെ കോപ്പി ഞാൻ താങ്കൾക്ക് തരാൻ വേണ്ടി തയ്യാറാ. താങ്കൾ അന്വേഷണം നടത്തണം.
അവിടെ നടന്നത് തൊഴിലാളി സംഘടനകളുടെ അവകാശങ്ങളുടെ പോരാട്ടമൊന്നുമല്ല. അവിടെ കൺസ്യൂമർ ഫെഡിൽ നടന്ന ധൂർത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിന്റെ തെളിവ് സഹിതം ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ളത് എന്നുള്ളത് ഈ സർക്കാരിന് കാണാതിരിക്കാനാകുമോ? ഇപ്പോൾ ശ്രീ വി ശിവൻകുട്ടി MLA ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രസിഡന്റ് ഡൽഹിയിൽ പോയി വോഡ്ക കഴിക്കുന്നു, അക്കാര്യത്തിൽ തെറ്റില്ല. പക്ഷേ ഊർധ്വൻ വലിക്കുന്ന ഈ സ്ഥാപനമാണ് അതിൻ്റെ പണം മുടക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമാണ്. ഇന്ന് സതീശൻ പാച്ചേനി അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം, തൃശ്ശൂർ എലൈറ്റ് ഹോട്ടലിൽ 24/2/2013 തൃശ്ശൂർ പൂരം കാണുന്നതിന് വേണ്ടി 80,000 രൂപ ചെലവഴിച്ച് പ്രസിഡന്റ് താമസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കൺസ്യൂമർ ഫെഡിന്റെ പ്രസിഡന്റിന് തൃശ്ശൂർ പൂരം കാണണമെങ്കിൽ വരെ ഈ പ്രസ്ഥാനം അതിന്റെ പണം മുടക്കേണ്ടത് സങ്കടകരം. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പൊ ഒരു 80,000 രൂപയുടെ ബില്ലുണ്ട് ഉന്നയിച്ചപ്പോ അല്ല, ശിവൻകുട്ടി ഇവിടെ കുറെ ആരോപണങ്ങളൊക്കെ പറഞ്ഞു കേട്ടു, എനിക്കത് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ശിവൻകുട്ടിയുടെ സംഘടന CITU ഒന്നടങ്കമായി പങ്കെടുത്തത്, ഒരാൾ പോലും മാറി നിന്നില്ല. INTUCക്കകത്ത് ഒരു പക്ഷെ രണ്ടായിട്ട് നിന്നത്, ഒരാള് പോലും മാറി നിൽക്കാതെയാണ് ഈ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയെ, നിങ്ങളുടെ യൂണിയനെ, തൊഴിലാളികളെ ഇത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, അതിൽ ശ്രീ ജോസഫ് വാഴക്കൻ CITUവിന്റെ അവിടുത്തെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ കേസിൽ തന്നെ പ്രതികളാണ്, അവർ ആരോപണ വിധേയരുമാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത്, ഇത്രമേൽ ഞെട്ടിക്കുന്ന ആരോപണമല്ല, ഇതിന്റെ ബില്ലുകൾ അടക്കമുള്ള തെളിവുകളായിട്ടാണ് അന്വേഷണ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ സതീശൻ പാച്ചേനി കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടും എന്റെ കയ്യിലുണ്ട്. ശരിവെച്ചിരിക്കുകയാണ് ഈ ധൂർത്തുകൾ. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, സതീശൻ പാച്ചേനി കഴിഞ്ഞ 6 മാസമായി ഒരു നിലപാടെടുക്കുകയും അത് വളരെ എക്സ്ട്രീമിലേക്ക് പോവുകയും ഇന്ന് അതൊരു ഹരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ആരോപണങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞല്ലോ, ശ്രീ ജോയ് തോമസ് ഉൾപ്പെടെ ഡയറക്ടർ ബോർഡിലെ ബഹുഭൂരിപക്ഷം ആളുകൾ, ഇവർ നോമിനേറ്റ് ചെയ്യപ്പെട്ട 3 അംഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും ഒന്നിച്ചു നിൽക്കുകയാണല്ലോ. അതിനകത്ത് INTUCയോ കോൺഗ്രസോ മാത്രമല്ല, അതിനകത്ത് CITU ഉണ്ട്, അതിൻ്റെ അകത്ത് CPM-കാരുണ്ട്, അതിൻ്റെ അകത്ത് CMB-കാരുണ്ട്, മറ്റു പല പാർട്ടിയിലെ ആളുകളുണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ചാണല്ലോ ഒരു പൊസിഷൻ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ റെജി ജി നായരെ കുറിച്ച് പറഞ്ഞു. റെജി ജി നായരെയാണ് ശ്രീ ജി സുധാകരൻ ഇതിന്റെ കൺസ്യൂമർ ഫെഡിന്റെ MD ആയിരിക്കുന്ന കാലത്ത് 3 കൊല്ലം വെച്ചുകൊണ്ടിരുന്നതും. അദ്ദേഹമാണ് ഈ കൺസ്യൂമർ ഫെഡിനെ ഇതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് ജി സുധാകരൻ ഈ പ്രസ്ഥാനത്തെ വലുതാക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളതും ശ്രീ റെജി ജി നായരെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ്. എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ടിൽ യാതൊരു തെളിവുമില്ലാതെ കേൾക്കൂ 2011 ആഗസ്റ്റ് മുതൽ 2015 ജനുവരി വരെ വിവിധ യൂണിറ്റുകൾ സന്ദർശിച്ചതിന് ഡെയിലി അലവൻസായി 3,43,735 രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ തുക കൈപ്പറ്റുമ്പോൾ തന്നെ യാത്രയിലെ ചെലവുകൾക്കും ഭക്ഷണത്തിനും മറ്റുമായി 9,17,000 രൂപ പ്രസിഡന്റിന്റെ ഡ്രൈവർ അഡ്വാൻസ് ആയി വാങ്ങി. ഇതോടൊപ്പം ഇന്ധന ചെലവിനായി 13 ലക്ഷം രൂപയും അറ്റകുറ്റപ്പണിക്കായി 7.5 ലക്ഷം രൂപയും ചെലവഴിച്ചു. 4 വർഷക്കാലത്തിനിടയ്ക്ക് ഈ വാഹനത്തിന്റെ 27 ടയറുകൾ മാറി. ബോർഡിംഗ് പാസോ വിമാനയാത്രാ ടിക്കറ്റോ ഇല്ലാതെ പ്രസിഡന്റിന്റെ യാത്രകൾക്ക് 20 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും വസ്തുതാപരമായ പിഴവുണ്ടെങ്കിൽ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ കള്ളം പറയുകയാണ്, നിങ്ങൾ പ്രസിഡന്റിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് സ്ഥാപിക്കണ്ടേ? അത് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ആ ജോലി എനിക്കല്ല. ഞാൻ അതുകൊണ്ടാണല്ലോ നേരത്തെ പത്രസമ്മേളനം നടത്തി ഈ കാര്യം വെളിയിൽ ഇത്തരം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ വിളിക്കുന്നു, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച ആളല്ലേ. കാരണം എനിക്ക് കൺസ്യൂമർ ഫെഡുമായിട്ട് ഒരു ബന്ധവും. തീർച്ചയായും ശ്രീ ജോസഫ് വാഴക്കൻ, ഒന്ന് പ്രസിഡന്റ് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, 2 കോൺഗ്രസിലെ നേതാക്കൾ ഇക്കാര്യത്തിൽ പരമാവധി സംസാരിക്കേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇക്കാര്യത്തിൽ KPCC പ്രസിഡന്റ് ജോയ് തോമസിനെ മാറ്റണം എന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്ത കാര്യം താങ്കൾക്ക് നല്ല ബോധ്യമുള്ളതാണല്ലോ. അത്രമേൽ നീറുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലും. ഇക്കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലും ഒരാൾ മറുപടി പറയണ്ടേ? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആരെങ്കിലും എല്ലാ കാര്യത്തിനും മറുപടി പറയാനുള്ള ആളല്ല ഞാൻ നിങ്ങൾ എന്നെ പലതവണ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് മറുപടി പറയാനായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കാനോ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ തന്നെ ജോയ് തോമസിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്ന ആരോപണങ്ങൾക്ക് നിങ്ങൾ 2-3 ദിവസത്തിനകം അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച്, ഇപ്പം അദ്ദേഹത്തിന് TA വാങ്ങിച്ചു, അദ്ദേഹം ഫ്ലൈറ്റിൽ പോയി എന്ന് പറഞ്ഞു.
ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്, എന്തിനു പോയിട്ടുണ്ട്, ഏത് മീറ്റിങ്ങിലാണ് പങ്കെടുത്തിട്ടുള്ളത്, അതിലെ കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ വിശദാംശങ്ങളെക്കുറിച്ചും ഒക്കെ ഈ നാട്ടിൽ അറിയാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അല്ല രഹസ്യമായിട്ടെങ്കിലും പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ജോയ് തോമസ് മദ്യം കഴിച്ചതിന്റെ ബില്ല് ഇതിനകത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഇതുപോലെ പിന്നെ ഇതിന്റെ ചെയ്യുമെന്ന്. ഇതൊക്കെ സാമാന്യ ബുദ്ധി. ശിവൻകുട്ടി, ആ ബില്ല് താങ്കളുടെ കയ്യിൽ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ആ ബില്ല് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് മാത്രമല്ല, വിജിലൻസ് ഡയറക്ടർക്ക് പിന്നെ ജോയ് തോമസിന്റെ പേരിൽ ഡൽഹിയിൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും മദ്യവും കഴിച്ചതിൻ്റെയും മദ്യത്തിന്റെ പേര്, ആ മദ്യത്തിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല, ആ മദ്യത്തിന്റെ പേരടക്കം എഴുതിയുള്ള ബില്ല് വിജിലൻസ് ഡയറക്ടറും കൈമാറിയിട്ടുണ്ട്. എൻ്റെ ഓഫീസിലെ കോപ്പിയിലുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ കൺസ്യൂമർ ഡയറക്ടർ ബോർഡിൽ ഏത് പാർട്ടിക്കാരുണ്ടായിരുന്നാലും ആ ഒരു പിന്നെ അഴിമതിക്ക് കൂട്ടുനിൽക്കണമെന്നില്ല. അവിടെ ഒരുപക്ഷെ അതിലുള്ള 15 ബോർഡ് മെമ്പർമാരിൽ 14 പേരും അനുകൂലിച്ചാൽ തന്നെയും ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട അഴിമതിക്ക് കൂട്ടുനിൽക്കണമെന്നാണോ വാഴക്കിനെ പോലെ ആൾക്കാർ പറയുന്നത്? റജീദ് നായർ പിന്നെ കൺസ്യൂമർ ഫെഡിന്റെ MD ആയിരുന്നു, മന്ത്രി സുധാകരന്റെ കാലത്തും MD ആയിരുന്നു. അന്നൊന്നും നടന്നിട്ടില്ല. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ തൃശ്ശൂരിൽ അവിടെ ഒരു സഹകരണ സംഘം ഉണ്ടായിരുന്നു. ആ സഹകരണ സംഘം ലിക്വിഡേറ്റ് ചെയ്തു. അപ്പോൾ കോടതി ഇടപെട്ടു. കോടതി ഇടപെട്ട ശേഷം കോടതി തീരുമാനിച്ചു 5,22,00,000 രൂപയ്ക്ക് സെറ്റിൽമെന്റ് നടത്തുന്നതിന് തീരുമാനിച്ചു. 6,22,00,000 രൂപയ്ക്കാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. 1 കോടി രൂപ മന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ത്രിവേണി നടത്തിയിരിക്കുന്നത്. എവിടെ പോയി ആ 1 കോടി രൂപ? ഏത് അടിസ്ഥാനത്തിലാണ് കൺസ്യൂമർ ഫെഡിൽ നിങ്ങൾ ആ 1 കോടി രൂപ എടുക്കുന്നതിന് വേണ്ടി തയ്യാറായത്? തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി പോയത് 80 ലക്ഷം രൂപ. തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി പോയി ലോഡ്ജിൽ താമസിച്ചു. എലൈറ്റ് ഹോട്ടലിന്റെ പേരും എഴുതി ജോയ് തോമസിന്റെ പേരിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ അവിടെ ബീഫ് ആങ്കോഴ്സിന് 50,000 രൂപയാണ് പിന്നെ ഫീസ് വാങ്ങുന്നത്. 35,000 രൂപ ഫീസ്, 35,000 രൂപ റെസീറ്റ് മാത്രമേ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. വൻ അഴിമതിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 1062 കോടി രൂപയുടെ ബാധ്യതയാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ളത്. ഇവിടെയുള്ള തൊഴിലാളികൾ അടക്കം പട്ടിണിയായി പോകുന്ന വിധത്തിലേക്ക്, ഒരുപക്ഷെ ഈ സ്റ്റോറുകളൊക്കെ പൂട്ടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നേക്കാം. ഇപ്പോൾ തന്നെ കൺസ്യൂമർ ഫെഡിന് സാധനങ്ങൾ നൽകാൻ സപ്ലയേഴ്സ് തയ്യാറാകുന്നില്ല. അവർക്കുള്ള കുടിശ്ശിക തീർത്തിട്ട് മതി ഇനി എന്നുള്ള നിലപാട് അവർ എടുക്കുന്നു. ഇത്ര വലിയ ഒരു പതനത്തിലേക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് എങ്ങനെ കൺസ്യൂമർ ഫെഡ് എത്തി എന്നുള്ളതിനെ ആത്മാർത്ഥമായ ഒരു വിശകലനത്തിനും പരിശോധനയ്ക്കും വിധേയമാക്കേണ്ടേ നിലവിലുള്ള സർക്കാർ? അതിനപ്പുറത്ത് ഗ്രൂപ്പ് വൈരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ പേരിൽ ഇതിന് പ്രതിരോധ കവചം ഒരുക്കുകയാണോ സർക്കാർ വേണ്ടത്? പണം കൊടുത്തിട്ടുണ്ടോ സമയത്ത്? അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ തന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രീ ജോയ് തോമസിനോട് ഞാൻ തന്നെ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ മാധ്യമങ്ങള് ഇതുപോലെ വലിച്ചു കീറി സത്യവും അർത്ഥസത്യവും അല്പസത്യവും അസത്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുന്ന ഇന്നിപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുണ്ട് ഉൾപ്പെടെ എല്ലാ ആരോപണങ്ങൾക്കും 2-3 ദിവസത്തിനകം അവർ ബോർഡ് മെമ്പർമാർ എല്ലാവരും ഒന്നിച്ച് അവർ മറുപടി പറയട്ടെ. മറുപടി പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ഇതിങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർക്ക് വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയിൽ പറയാനുള്ള. ശരി, ശ്രീ ആർ ചന്ദ്രശേഖരൻ, താങ്കളും ഇക്കാര്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ മാനേജ്മെന്റിനൊപ്പം അല്ലെങ്കിൽ പ്രസിഡന്റിനൊപ്പമാണല്ലോ. എൻ്റെ ഗ്രൂപ്പുകാരനായ ഒരാൾക്കെതിരെ ആരോപണമുണ്ടായാൽ ഞാൻ അയാൾക്കൊപ്പം എന്നുള്ള നിലപാടിനപ്പുറത്ത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോയാൽ എത്ര ആയിരക്കണക്കിന് ആളുകൾക്കാണ് അവരുടെ പണി ഇല്ലാതാകുന്നത്, അവരുടെ വേതനം ഇല്ലാതാകുന്നത്? ഇങ്ങനെയുള്ള വിപണി ഇടപെടൽ നടത്തേണ്ട, ജനങ്ങളെ സംബന്ധിച്ച് ന്യായവിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കേണ്ട ഔട്ട്ലെറ്റുകൾ ഇല്ലാതായി പോയാൽ അതിൻ്റെ പ്രത്യാഘാതം പല തലത്തിലാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് എന്തുകൊണ്ട് ഈ സർക്കാർ പരിശോധിക്കുന്നില്ല? തൊഴിലാളി സംഘടനകൾക്ക് അക്കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ലേ? തൊഴിലാളി സംഘടനകളുടെ ഉത്തരവാദിത്തം പരമപ്രധാനമായിട്ടുള്ളത് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക, നിലനിർത്തുക, അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് പത്രസമ്മേളനം നടത്തി 10,000 നന്മ സ്റ്റോറുകൾ 3 ഘട്ടം ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൺസ്യൂമർ ഫെഡ് മുന്നോട്ട് പോയത്. ഓരോ ഗ്രാമപ്രദേശങ്ങളും നിങ്ങൾ വസ്തുതകൾ കുറച്ചുകൂടി വിശാലമായി മനസ്സിലാക്കിയത് നന്നായിരിക്കും. ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ പ്രദേശത്തും നന്മ സ്റ്റോറുകൾ തുടങ്ങുകയും നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങിക്കൊണ്ട് ജനങ്ങൾക്ക് സപ്ലൈകോയേക്കാള് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ചന്ദ്രശേഖരൻ, ഈ ഓണക്കാലത്ത് ഒരു ഓണച്ചന്ത പോലും നടത്താൻ സാധിച്ചിരുന്നില്ല കൺസ്യൂമർ ഫെഡിന്. കൺസ്യൂമർ ഫെഡിന് അരി തരുമോ ആന്ധ്രയിലെ ഏതെങ്കിലും മില്ലുടമകൾ?
ഏതെങ്കിലും സാധനങ്ങൾ സപ്ലൈ ചെയ്യുമോ സപ്ലയർമാർ? ഇല്ലല്ലോ. എനിക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അല്ല, കാലാകാലം ചന്ദ്രശേഖരൻ അദ്ദേഹം പറയട്ടെ. ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹം പറയട്ടെ. ശ്രീ ആർ ചന്ദ്രശേഖരൻ താങ്കൾക്ക് പ്രതികരിക്കാം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയോട് ഒരു തർക്കത്തിനേ തയ്യാറല്ല. ഇപ്പോ ഞാൻ പറയുന്നത് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ഇത്തരം സംവിധാനങ്ങൾക്ക് KSRTC അടക്കം കൊടുക്കേണ്ടി വരുന്ന തുക, സബ്സിഡി അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുന്ന കൺസെഷന്റെ പകരം തുക കൃത്യമായി കൊടുത്തുകൊണ്ട് വേണം ഈ സംവിധാനങ്ങളെല്ലാം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ സബ്സിഡി ആരെങ്കിലും കൊടുത്തോട്ടെ, എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചോട്ടെ, സർക്കാരിന് കൊടുക്കാൻ കഴിയില്ല, എപ്പോഴെങ്കിലും കൊടുത്തോളാം, ഇത് മൊത്തം നാശത്തിലേക്ക് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരുകൾക്ക്, UDF മാത്രമല്ല, അല്ല സർക്കാരുകൾക്ക് എന്ന് പറയുമ്പോൾ ശ്രീ ആർ ചന്ദ്രശേഖരൻ കുടിശ്ശിക സബ്സിഡി ഇനത്തിൽ കൊടുക്കാനുള്ള പണം മുഴുവൻ ഈ സർക്കാരിനെ കൊണ്ട് കൊടുപ്പിക്കാമല്ലോ. നിങ്ങളുടെ പാർട്ടിക്കാരനായ പ്രസിഡന്റ്, നിങ്ങളുടെ പാർട്ടിക്കാരായ ബോർഡ് അംഗങ്ങൾ, പിന്നെ ഈ സ്ഥാപനത്തെ മുങ്ങിച്ചാകാൻ അനുവദിക്കേണ്ടല്ലോ. ഞാൻ പറയാം, രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, സർക്കാർ കൊടുക്കേണ്ട പണം സർക്കാരിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിന് സർക്കാർ കൊടുക്കേണ്ട പണം കൊടുക്കുന്ന ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്യണം. ഒന്ന്. രണ്ട്, ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഹൈ വോളിയം ഓഫ് വർക്കാണ്. അതിനകത്ത് എവിടെയെങ്കിലും അഴിമതിയോ കമ്മീഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ദൂർത്തടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിച്ച്, അതിനൊക്കെ ഏജൻസികളുണ്ട്, അവർ പരിശോധിച്ച് നടപടികളെടുക്കണം, ശിക്ഷിക്കണം. അല്ലാതെ നമ്മളെല്ലാവരും കൂടി ഇതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ളതുപോലെ നിർവചനം കൊടുത്ത് ഈ സ്ഥാപനങ്ങളെയൊക്കെ ദയവായി തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയായി ഇതൊന്നും മാറരുത്. തീർച്ചയായും ശ്രീ ആർ ചന്ദ്രശേഖരൻ, ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വിജിലൻസ് അന്വേഷണം നടക്കുന്നു, FIR-കളുണ്ട്, 5 കേസുണ്ട്, അതിനുശേഷം അതിന് ഒരു മെല്ലെപ്പോക്കുണ്ടായി, അതിനുശേഷം ആഭ്യന്തര അന്വേഷണം നടക്കുന്നു, വകുപ്പ് തല നടപടികൾ എടുക്കുന്നു, അതിനുശേഷമാണ് ഈ ഡയറക്ടർ ബോർഡ് തലത്തിൽ ഒരു അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിലൊക്കെ റിപ്പോർട്ടുകളുണ്ട്, കണ്ടെത്തലുകളുണ്ട്. ആ കണ്ടെത്തലുകൾ പ്രകാരം കുറ്റക്കാരായ ആളുകൾ അവരുടെ പദവികളിൽ തുടർന്നുകൊണ്ട് എങ്ങനെയാണ് താങ്കൾ പറയുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക? ഞാനൊരു കാര്യം പറയട്ടെ, റിപ്പോർട്ടർ ചാനലോ അല്ലെങ്കിൽ ഞാനോ ബഹുമാനപ്പെട്ട വാഴയ്ക്കനോ ശിവൻകുട്ടിയോ തീരുമാനിച്ചുകൊണ്ട് നമ്മളിപ്പോ അന്വേഷണം നടക്കുന്നതിന് തീരുമാനമെടുത്ത് അവർ തെളിവ് സഹിതം കുറ്റക്കാരാണെന്ന് പറയുന്നത് വരെ നമ്മൾ വെറുതെ ചർച്ച ചെയ്യാന്നുള്ളതല്ല, എന്ത് ചെയ്യാൻ പറ്റും? ശരി, അതാണ് നിലപാട്. ശ്രീ വി ശിവൻകുട്ടി ഞാൻ പറയുന്നത് ശ്രീ ചന്ദ്രശേഖരൻ, നമുക്ക് കേരളത്തിലെ ഏത് സ്ഥാപനമായിരുന്നാലും തൊഴിലാളികൾക്ക് ജോലി സുരക്ഷ ഉറപ്പുണ്ടാവണം. താങ്കൾ സൂചിപ്പിച്ച പോലെ കൺസ്യൂമർ ഫെഡ് കേരളത്തിലെ പൊതു മാർക്കറ്റിൽ ഇടപെട്ട ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമാണ്. 30 കോടി രൂപ ലാഭത്തിൽ പോയ സ്ഥാപനമാണ്. ഇപ്പോൾ ഏതാണ്ട് 1400 കോടി രൂപ നഷ്ടത്തിൽ പോവുകയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം, താങ്കൾ സാധാരണ വസ്തുക്കൾ വിശ്വസിക്കുന്ന ആളാണല്ലോ. പ്രസിഡന്റിന് താമസവും ഭക്ഷണവും 1,27 ലക്ഷം രൂപ എല്ലാ സ്ഥലത്തും കൺസ്യൂമർ ഫെഡിന് ഗസ്റ്റ് ഹൗസുകളുണ്ട്. എൻ്റെ ബില്ലുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതിയ ബില്ലുണ്ട്. എനിക്ക് അറിഞ്ഞില്ല, ചന്ദ്രശേഖരൻ ഒന്ന് പറഞ്ഞു തരാമോ? 60 ലക്ഷം രൂപ റീഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞ് കാണുന്നു. അതും ജോയ് തോമസിൻ്റെ പേരിലുള്ള ബില്ലാണ്. അങ്ങ് ഞാനും ഒക്കെ ഫ്ലക്സ് ബോർഡ് അടിച്ചു വയ്ക്കുന്നതാണല്ലോ. 10 കോടി രൂപ ഫ്ലക്സ് ബോർഡിന് വേണ്ടി മാത്രം. കേരളം മൊത്തം എല്ലാ മുക്കിലും മൂലം വെച്ചാലും 10 കോടി രൂപ ഫ്ലക്സ് ബോർഡ് വയ്ക്കാനുള്ള സ്ഥലം കേരളത്തിൽ ഇല്ലല്ലോ. ഈ നിലയിൽ ഞാൻ പറയുന്നത്, ഞാൻ ഉന്നയിക്കപ്പെട്ട് വിജിലൻസിന് കൊടുത്തതും നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിലെ ബോർഡിലെ ഭൂരിപക്ഷം ആൾക്കാർ ഒറ്റ സ്വരത്തിൽ ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞാലും അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് പറഞ്ഞ പോലെ ഒരു സ്റ്റോറും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടുന്ന ഒരു ശീലത്തൊക്കെയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ അഴിമതി കാണിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അഴിമതി കാണിക്കുക. എല്ലാ ബില്ലും ജോയ് തോമസിൻ്റെ പേരിലാണ്. ഇങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അഴിമതി കാണിക്കുക, അതിന് മന്ത്രി പിന്തുണയ്ക്കുക, വിജിലൻസ് എൻക്വയറി ഹോം മിനിസ്റ്റർ അത് മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുക, സഹകരണ വകുപ്പ് മന്ത്രി ഇതിനെല്ലാം പിന്തുണയും കൊടുക്കുക, ഏതാനും തൊഴിലാളികൾ അതിൻ്റെ കാശ് INTC-യും CAT-യിലും ഒന്ന് പറഞ്ഞ് നടക്കുന്നവരുന്നു. അവരൊന്നും യഥാർത്ഥ INTC-ക്കാരും CAT-ക്കാരൊന്നും ആയിരിക്കില്ല. ഭാഗത്ത് നിന്ന് കോൺഗ്രസ് വക്താവ് എന്നുള്ള നിലയിൽ ഉത്തരം പറയാമല്ലോ. 6-7 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ഓർമ്മയുണ്ട്, ഓണവും വിഷുവും റംസാനും ഒക്കെ വരുമ്പോൾ G. സുധാകരൻ സഹകരണ മന്ത്രിയായിരുന്ന സമയത്ത് സപ്ലൈകോയ്ക്കൊപ്പം മത്സരിച്ച് വിപണിയിൽ ഇടപെടാൻ കൺസ്യൂമർ ഫെഡിനെ സംബന്ധിച്ച് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് എന്താണ് അവസ്ഥ? എന്തുകൊണ്ട് ഈ സ്ഥാപനം ഇങ്ങനെയായി പോയി എന്നതിന്റെ ഉത്തരം സർക്കാരും പറയണ്ടേ? ശ്രീ ജോസഫ് വാഴക്കൻ.
അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ തകരാറുകളുണ്ട് എന്ന് തോന്നുന്നു. ശ്രീ ആർ ചന്ദ്രശേഖരൻ, താങ്കൾ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ആൾ കൂടിയാണല്ലോ. ഈ സർക്കാരിൻ്റെ കാലത്താണ് ഇതിന് ഇങ്ങനെ ഒരു അധോഗതി ഉണ്ടായത് എന്നുള്ളതിന് രാഷ്ട്രീയമായി കൂടി മറുപടി കേൾക്കണം കേരളം. ഇല്ല, രാഷ്ട്രീയമായ മറുപടി പറയാൻ ഞാൻ അതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നല്ല കാര്യം, തീർച്ചയായിട്ടും ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ ഞാൻ ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളെ സംബന്ധിച്ചോ ഇതിനകത്ത് ആരോപണ പ്രത്യാരോപണങ്ങളെ സംബന്ധിച്ചോ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ വിശകലനം ചെയ്യാൻ ഞാൻ ശക്തനല്ല. ഒന്ന്, അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായി അന്വേഷണം നടക്കട്ടെ. അതിനകത്ത് നമ്മൾ സ്പീഡ് കൂട്ടണം എന്ന് പറയുന്നതാണോ ശരി? അന്വേഷണം കൃത്യമായി നടക്കുക. ഇപ്പൊ സതീശൻ പാച്ചേനി തന്നെ, അദ്ദേഹത്തിന്റെ നമ്മുടെയൊക്കെ സുഹൃത്താണ്. അദ്ദേഹത്തിന് 3 പേരുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിട്ടോ കൺവീനറായിട്ടോ വെച്ചതാണ്. അദ്ദേഹം മറ്റു 2 പേരോട് പോലും ചോദിക്കാതെ റിപ്പോർട്ട് കൊണ്ടു കൊടുത്തിട്ട് അത് പത്രങ്ങൾക്ക് കൊടുത്തിട്ട് ചാനലുകൾ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതി വരുന്നത്, ഇതൊക്കെ നമ്മുടെ ഒരു പൊതുപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ തന്നെ അവമതിപ്പുണ്ടാക്കുന്നതാണ്. ദയവായി ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വിവേകവും കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധവും കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ പറഞ്ഞ ഒരു കാര്യത്തിലും എനിക്ക് തർക്കിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ റെക്കോർഡ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ ഫലവത്തായ ഒരു അന്വേഷണ സംവിധാനത്തിന് കൊടുക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൽ ഇവരൊക്കെ കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമല്ലോ. തീർച്ചയായും ശ്രീ ആർ ചന്ദ്രശേഖരൻ, ഇതിൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് വൗച്ചറുകൾ പലതും വിജിലൻസിന് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പലതും പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ആഭ്യന്തര അന്വേഷണം നടത്തിയിട്ട് പോലും ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ കുഴിച്ചെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഈ സർക്കാർ സമഗ്രമായ ഒരു അന്വേഷണം, ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നും ഇല്ല എന്നും പറയുന്നു. സമയബന്ധിതമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം. അല്ല, നമ്മുടെ ടോമിൻ ജെ തച്ചങ്കരി ADGP ലെവലിലുള്ള ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം MD ആയിരുന്നപ്പോൾ അദ്ദേഹം കുറെ ആരോപണങ്ങൾ കണ്ടുപിടിച്ചു എന്നാണല്ലോ പറയപ്പെടുന്നത്. അതടക്കം ആളുകൾ പരിശോധിക്കട്ടെ, അന്വേഷിക്കട്ടെ. ഇത് ആവശ്യമില്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി പാവപ്പെട്ടവനെ സേവിക്കാൻ വേണ്ടിയുള്ള ഈ സ്ഥാപനങ്ങളെ നമ്മളെല്ലാവരും കൂടി ആരോപിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇതൊക്കെ പോകുന്നതെന്നുള്ള ഒരു അവസ്ഥയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നത്. ആർക്കും എന്തും പറയാം, ആർക്കും ഇതിനെ ആക്രമിക്കാം, വഴിയിലിട്ട് വലിച്ചു കീറാം എന്ന് പറയുന്ന ഒരു സ്ഥിതി ശരി അതാണ് ശ്രീ വി ശിവൻകുട്ടി. അങ്ങനെ ആർക്കും കൊട്ടാവുന്ന വഴിയിൽ കിടക്കുന്ന ചെണ്ട എന്ന അവസ്ഥയിലാണോ കൺസ്യൂമർ ഫെഡ്? അങ്ങനെ ആർക്കും എന്താ ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയായിട്ടൊന്നും കൺസ്യൂമർ ഫെഡിനെ ഞാനോ ഈ നാട്ടിലെ ജനങ്ങളോ കണ്ടിട്ടില്ല. അങ്ങനെ ആവർത്തിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞെന്ന് കുറിച്ച് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയും കഴിയില്ല. ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചാൽ എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ 93.3 കോടി രൂപയുടെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി സുകേശൻ എന്ന് പറയുന്ന വിജിലൻസിലെ മാണി കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയായിട്ട് എനിക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ 93 കോടി രൂപയുടെ അഴിമതി ആരോപണം അത് തെളിയിക്കുവാൻ ആവശ്യമായ തെളിവുകൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ വിജിലൻസ് ഡയറക്ടറിന് പരാതി കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് VM സുധീരൻ KPCC പ്രസിഡന്റാണ്. ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്കും KPCC-യുടെ പ്രസിഡന്റിനും ഒക്കെ തന്നെ ഒരു വിലയുണ്ടല്ലോ. ഒരു സമൂഹത്തിന് വിലയും അധികാരവും അവകാശവും ഒക്കെ തന്നെ ഉണ്ടല്ലോ. KPCC പ്രസിഡന്റ് അടക്കം പറഞ്ഞില്ല അദ്ദേഹത്തിന് മാറ്റണമെന്നും. അടിയന്തരമായി ചെയ്യേണ്ടത് ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ കൺസ്യൂമർ ഫണ്ട് കേരളത്തിലെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരനുടെ ഒരു ആശാകേന്ദ്രം മാത്രമല്ല, 4,500 വരുന്ന ജീവനക്കാരുടെ ഒരു ആശാകേന്ദ്രം കൂടിയാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ചെയർമാനെ മാറ്റി നിർത്തിയ ശേഷം ഗവൺമെൻറ് കൊടുക്കേണ്ട സബ്സിഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. കൊടുത്ത ശേഷം ഈ കാശ് ഇത് നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നശിച്ചു പോകുന്നതല്ലല്ലോ. ഇതിൻ്റെ കോടിക്കണക്കിന് രൂപ ഈ കൺസ്യൂമർ ഫണ്ടിൻ്റെ ചെയർമാൻ ഈ എടുത്ത് ചെലവഴിച്ചതിൻ്റെ കഥകളെല്ലാം ഇവിടെ ഓരോരുത്തർ സൂചിപ്പിച്ചല്ലോ. അങ്ങനെയാണ് ഇതിൽ നഷ്ടം വന്നിരിക്കുന്നത്, അല്ലാതെ അല്ല ഇതിൽ നഷ്ടം വന്നിരിക്കുന്നത്. ആ വിവരം ശ്രീ ചന്ദ്രശേഖരൻ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ CAT യൂണിയനിൽപ്പെട്ട ഏതാനും ആൾക്കാരായിരുന്നാലും INTC യൂണിയനിൽപ്പെട്ട ഏതാനും ആൾക്കാരായിരുന്നാലും നമ്മുടെ CAT-ന്റെ ഭരണഘടനയിലും INTC-യുടെ ഭരണഘടനയിലും പറയുന്നുണ്ടോ അഴിമതിക്ക് അനുകൂലമായി നിൽക്കണമെന്ന്? അങ്ങനെ ഇപ്പോൾ പറയുന്നില്ലല്ലോ. അഴിമതിക്കെതിരായി പോരാട്ടം തന്നെയാണ് നാം നടത്തേണ്ടത്. ആ രൂപത്തിൽ ഉള്ള നിലപാടത്ത് ഈ ചെയർമാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ സതീശൻ പറഞ്ഞെന്ന് എടുക്കട്ടെ. അവിടെ സതീശൻ പറഞ്ഞെടുക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ട MLA എന്നുള്ള നിലയിൽ ഞാൻ വിജിലൻസിനും നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. സതീശൻ ഏകപക്ഷീയമായ റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഉത്തരവാദിത്വം ഉണ്ടല്ലോ കേരള സംസ്ഥാന നിയമസഭയിൽ.
ഒരൊറ്റ അക്ഷരം ഇത്രയും പ്രശ്നം തെളിവ് സഹിതം തീർച്ചയായും ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം അതുകൂടി ഇന്ന് ഡയറക്ടർ ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ അങ്ങനെ ഒരു അന്വേഷണം നടത്തി ഇക്കാര്യത്തിന്റെ വസ്തുതകൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുമോ എന്നുള്ളതാണ് വരുന്ന ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നത്. എന്തായാലും എ ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ സതീശൻ പാച്ചേനി തന്നെ ടോമിൻ ജെ തച്ചങ്കരി നിയോഗിച്ച ആഭ്യന്തര അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളെ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് ജോയ് തോമസിന് ഒരു കുറ്റപത്രം തന്നെ അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ നൽകിയിരിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോസഫ് വാഴക്കൻ MLA, ശ്രീ വി ശിവൻകുട്ടി MLA, ശ്രീ R ചന്ദ്രശേഖരൻ. ശ്രീ സതീശൻ പാച്ചേനിയെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല.